everyone, welcome back to our channel IAS Talks. ലീഡേഴ്സ് ഇൻ പാർലമെൻറ്റ്, പാർലമെൻറ്റിലെ നേതാക്കളെ പറ്റിയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ലീഡർ ഓഫ് ദ ഹൗസ്. ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും സഭാ നേതാക്കളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ലോകസഭയിലെ സഭാ നേതാവ് അഥവാ ലീഡർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ പ്രധാനമന്ത്രി ലോകസഭയിൽ അംഗമല്ലാത്ത സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിന് മന്ത്രിമാരിൽ ഒരാളെ ഈ ലോകസഭയുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. ഇനി രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു അംഗമായിരിക്കും, അതായത് രാജ്യസഭ അംഗമായിരിക്കും ലീഡർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണറീസ് ആണ് ഈ ലീഡേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. ആൻഡ് ഭരണഘടനയിൽ ലീഡർ ഓഫ് ദ ഹൗസിനെ പറ്റി പറയുന്നില്ല, മറിച്ച് റൂൾസ് ഓഫ് ദ ഹൗസിലാണ് ലീഡർ ഓഫ് ദ ഹൗസിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലീഡേഴ്സ് ഓഫ് ദ ഹൗസിന് ഡെപ്യൂട്ടി ലീഡേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും നൽകപ്പെടുന്നു. USA ഈ ലീഡർ ഓഫ് ദ ഹൗസിനെ പറയുന്നത് മെജോറിറ്റി ലീഡർ എന്നാണ്. ആൻഡ് നമുക്കറിയാം പ്രസൻ്റ്ലി നമ്മൾ പറഞ്ഞു ലോകസഭയിലെ ലീഡർ എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. ആൻഡ് രാജ്യസഭയിലെ ലീഡർ എന്ന് പറയുന്നത് JP നഡ്ഡയാണ്. So that's all about leader of the house. And the next one is that leader of opposition അഥവാ പ്രതിപക്ഷ നേതാവ്. രണ്ട് ഹൗസിനും ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്. ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ അഥവാ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു പാർട്ടിക്ക് 10-1 സീറ്റെങ്കിലും ലഭിച്ചിരിക്കണം. അതായത് മുഴുവൻ സീറ്റിൻ്റെയും 10-1 സീറ്റ് ലഭ്യമാവുകയാണെങ്കിൽ മാത്രമേ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയായി പരിഗണിക്കുകയുള്ളൂ. ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെയും പ്രവർത്തനത്തിനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുക, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാക്കളുടെ. അതുപോലെ തന്നെ ഈ ഒരു ലീഡർ ഓഫ് ഒപ്പോസിഷന് ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ കിട്ടിയത് 1977 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ തുല്യമായ സാലറിയും അലവൻസും ഒക്കെ ആയിരിക്കും ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻസിന് കിട്ടുക. ആദ്യമായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളൊരു പോസ്റ്റ് വന്നത് 1969 USA ഇതിന് പറയുന്നത് മൈനോറിറ്റി ലീഡർ എന്നും ബ്രിട്ടീഷിൽ ഷാഡോ ക്യാബിനറ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സിസ്റ്റത്തെ, അതായത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നൊരു പോസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പദവിയെ ഐവർ ജെന്നിങ്സ് പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് PM എന്നാണ്. അതായത് നിലവിലെ ഗവൺമെൻറ്റിന് ഓൾട്ടർനേറ്റീവായിട്ടൊരു ഗവൺമെൻറ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടി രൂപീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അധികാരത്തിലുള്ള ഗവൺമെൻറ്റിനെ പോലെ തന്നെ അധികാരത്തിലില്ലാത്ത ഒരു ഗവൺമെൻറ് അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഉള്ളതുപോലെ അവിടെ ഒപ്പോസിഷൻ പാർട്ടിയിൽ ഒരു പ്രധാനമന്ത്രി അവർ കണക്കാക്കി വെക്കുന്നു, ഫിനാൻസ് മിനിസ്റ്ററിനെ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ, അങ്ങനെ ഒരു സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. ആൻഡ് എപ്പോഴെങ്കിലും നിലവിലുള്ള ആ ഒരു സർക്കാർ പുറത്തു പോകുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ആയിരിക്കും പിന്നീട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ പാർട്ടിയിൽ ആരെയാണോ പ്രൈം മിനിസ്റ്ററായിട്ട് അവർ കണക്കാക്കിയത്, ഫിനാൻഷ്യൽ മിനിസ്റ്ററായിട്ട് കണക്കാക്കിയത്, അവരായിരിക്കും നേരിട്ട് അധികാരത്തിൽ വരുന്നത്. സോ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് വിപ്പ് എന്ന് പറയുന്നത് ഒരു പദവിയാണ്. റൂൾസ് ഓഫ് ഹൗസിലോ പാർലമെൻ്ററി സ്റ്റാറ്റ്യൂലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതൊരു പാർലമെൻ്ററി കൺവെൻഷൻ ബേസ്ഡ് പോസ്റ്റാണ് ഈ ഒരു വിപ്പ് എന്ന് പറയുന്നത്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും വിപ്പ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ഒരു വിപ്പ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കുന്നത് അതാത് പാർട്ടികളായിരിക്കും. ഇവരെ അസിസ്റ്റൻറ്റ് ഫ്ലോർ ലീഡർ എന്നും അറിയപ്പെടുന്നു. ഇവരുടെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാർട്ടി ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് സിസ്റ്റം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തൻ്റെ പാർട്ടിയിലുള്ള എല്ലാ അംഗങ്ങളും എങ്ങനെയായിരിക്കണം, അതിനെ അനുകൂലിക്കുകയാണോ പ്രതികൂലിക്കുകയാണോ, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, എല്ലാ തീരുമാനങ്ങളും എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് വിപ്പിനുള്ളത്. ഈ വിപ്പിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ആ പാർട്ടി അംഗങ്ങളെല്ലാം നിർബന്ധിതമായും പാലിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. ഒരുപക്ഷെ ഈ വിപ്പിനെ ഫോളോ ചെയ്തില്ല, വിപ്പിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഈ വയലേറ്റ് ചെയ്യുന്ന ആൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു സാധ്യത വരെ ഇവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലീഡേഴ്സ് ഇൻ പാർലമെൻറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, സെഷൻസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ വിവിധ സെഷനുകളെ പറ്റിയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് സമ്മണിങ്. സമ്മണിംഗ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളനങ്ങളെയാണ് സമ്മണിംഗ് എന്ന് പറയുന്നത്.
സാധാരണയായി ഒരു വർഷത്തിൽ പാർലമെൻറ്റിൽ 3 സമ്മേളനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ നടക്കുന്നത്. എന്നാൽ ഭരണഘടനയിൽ പറയുന്നത് 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് 6 മാസമായിരിക്കണം. അതായത് വർഷത്തിൽ 2 തവണയെങ്കിലും കുറഞ്ഞത് പാർലമെൻറ്റ് സമ്മേളിക്കണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ നമ്മൾ 3 തവണയാണ് സെഷൻസ് അഥവാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ബഡ്ജറ്റ് സെഷൻ, അത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് മൺസൂൺ സെഷൻ, ദാറ്റ് ഈസ് ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് വിൻ്റർ സെഷൻ, ദാറ്റ് ഈസ് ഫ്രം നവംബർ ടു ഡിസംബർ. ഈ ഒരു സമയത്ത് സഭ എല്ലാ ദിവസവും സമ്മേളിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഒരു സഭയുടെ, അതായത് ഫസ്റ്റ് ഈ സമ്മൺ ചെയ്യുന്ന സമയത്ത് ആ സഭയുടെ ആദ്യ സിറ്റിംഗ് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ളൊരു ഘട്ടത്തെ, ആ മുഴുവൻ പ്രൊസീജിയറിനെയും പറയുന്ന പേരാണ് സെഷൻ എന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ എന്ന്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു സഭയുടെ അവസാനത്തിനും അടുത്ത സഭയുടെ ആരംഭത്തിനും, അതായത് ഫസ്റ്റ് ഒരു സെഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് സെഷൻ തുടങ്ങി അതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് പൂർത്തിയാകുന്ന അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ആകുന്ന ആ ഒരു സമയം മുതൽ ഇനി അടുത്തൊരു സെഷൻ, അതായത് ഇപ്പോൾ മൺസൂൺ സെഷൻ വേണമെങ്കിൽ എടുക്കാം, ആ മൺസൂൺ സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ റിസസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞ എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം? 2 പ്രാവശ്യവും. അത് തമ്മിലുള്ളൊരു ദൈർഘ്യം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 6 മാസം. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അടുത്ത 2ാമത് സെഷൻ വിളിച്ചിരിക്കണം എന്നുള്ളതാണ് ഭരണഘടനയിൽ പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പാർലമെൻറ്റിൽ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സമ്മണിങ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് അഡ്ജോൺമെൻറ്റ്. അഡ്ജോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെഷൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. കറൻ്റ്ലി നമുക്ക് 3 സെഷൻസ് ആണുള്ളത്. ഈ സെഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിരവധി മീറ്റിങ്ങുകൾ വരും. ഈ ഒരു മീറ്റിംഗ്, അതായത് ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെയാണ് പറയുന്നത്. ആ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ തന്നെ 2 സിറ്റിങ്സ് ആണ് വരുന്നത്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ, ഇങ്ങനെ 2 സിറ്റിംഗ് ആവും ഉണ്ടാവുക. ഈ ഒരു സിറ്റിങ്ങിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അത് പല മാർഗ്ഗങ്ങളിലൂടെയാണ്. അഡ്ജോൺമെൻറ്റ് വഴി, അഡ്ജോൺമെൻറ്റ് സിനഡൈ വഴി, പ്രൊറോഗേഷൻ വഴി, ഡിസൊല്യൂഷൻ വഴി. അഡ്ജോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഇപ്പോൾ ഇന്നൊരു മീറ്റിംഗ് നടക്കുകയാണെന്ന് വെക്കാം. ഒരു സെഷൻ്റെ ഭാഗമായിട്ട് ഇന്നേ ദിവസം മീറ്റിംഗ് നടക്കുന്നു. അപ്പോൾ ആ മീറ്റിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 11 മണി തൊട്ട് 1 മണി വരെയുള്ള മീറ്റിങ്ങിൽ 1 മണി ആയപ്പോഴേക്കും പ്രിസൈഡിങ് ഓഫീസർ പറയുകയാണ് ഈ ഒരു സെഷൻ അഡ്ജോൺഡ് ടിൽ 2 PM അല്ലെങ്കിൽ അഡ്ജോൺഡ് ടിൽ 4 PM എന്ന് പറഞ്ഞാൽ 4 മണി വരെ ഈ മീറ്റിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ, 4 മണിക്ക് ശേഷമേ എന്ത് ചെയ്യുള്ളൂ? മീറ്റിംഗ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇവിടെ കൃത്യമായൊരു ടൈം പറയുകയാണ്. അല്ലെങ്കിൽ പറയാണ് അഡ്ജോൺ ടിൽ ടുമാറോ. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ? നാളെ വരെ ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കില്ല, നാളെ വരെ മീറ്റിംഗ് ഇല്ലേ, നാളെ വരെ ഈ മീറ്റിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ മുതൽ, മോർണിംഗ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈവനിങ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ. സോ ഇവിടെ കൃത്യമായ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. ഇത്ര മണിക്ക് പുനരാരംഭിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇത്ര മണിക്ക് ആരംഭിക്കും എന്നുള്ളതാണ് അഡ്ജോൺമെൻറ്റിൽ പറയും. എന്നാൽ രണ്ടാമത്, അപ്പോൾ അഡ്ജോൺമെൻറ്റ് വഴി നമുക്ക് സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് അഡ്ജോൺമെൻറ്റ് സിനഡൈ. അഡ്ജോൺമെൻറ്റ് സിനഡൈ എന്ന് പറയുകയാണെങ്കിൽ, പ്രിസൈഡിംഗ് ഓഫീസർ പറയുകയാണ് അഡ്ജോൺമെൻറ്റ് സിനഡൈ എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൃത്യമായൊരു ടൈം പറയത്തില്ല. 2 മണിക്ക് തുടങ്ങാമെന്നോ 4 മണിക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം 9 മണിക്ക് തുടങ്ങാമെന്നോ അങ്ങനെയൊന്നും പറയത്തില്ല. അവിടെ കൃത്യമായിട്ട് ഒരു ടൈം പീരീഡ് അവിടെ രേഖപ്പെടുത്തത്തില്ല. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കാം ഇനി അടുത്ത മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അടുത്ത പ്രൊറോഗേഷൻ വഴി നമുക്ക് സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെഷൻ ഫുൾ എൻഡ് ചെയ്ത് അവസാനം പ്രിസൈഡിങ് ഓഫീസർ ഇതെല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് ഡിക്ലെയർ ചെയ്യുമല്ലോ. അതിന് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് പ്രസിഡന്റ് ഈ ഒരു സെഷൻ പ്രൊറോഗ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ആയി ആ ഒരു സെഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ഡിസൊല്യൂഷൻ വഴി നമുക്ക് ഈ സെറ്റിംഗ് ടെർമിനേറ്റ്. ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകസഭ ഇപ്പോൾ അധികാരത്തിലുള്ളത് ഒരു 5 വർഷമാണ്. അപ്പോൾ ആ ലോകസഭയുടെ ആ ഒരു ടേം കഴിയുമ്പോഴത്തേക്കും ലോകസഭ ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയിപ്പോവും. അതാണ് ഈ ഒരു ഡിസൊല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഡ്ജോൺമെൻ്റ് ആണ്. അപ്പോൾ ഈ അഡ്ജോൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മണിക്കൂറുകളേക്ക് അഡ്ജോൺ ചെയ്യാം, ഇത്ര ദിവസത്തേക്ക് അഡ്ജോൺ ചെയ്യാൻ പറ്റും, ഇത്ര ആഴ്ചകൾക്ക് വേണ്ടിയിട്ട് അഡ്ജോൺ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുള്ളൊരു അധികാരം, അഡ്ജോൺമെൻറ്റിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ. ഇപ്പോൾ ലോകസഭയിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് അഡ്ജോൺമെൻറ്റ് സിനഡൈ. ഓൾറെഡി നമ്മൾ പറഞ്ഞു അഡ്ജോൺമെൻറ്റ് സിനഡൈ എന്താണെന്ന്. അതായത് ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സെഷനെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നതിനെയാണ് അഡ്ജോൺമെൻറ്റ് സിനഡൈ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് പുനരാരംഭിക്കുമെന്നോ അടുത്ത ആഴ്ചയിൽ പുനരാരംഭിക്കും അങ്ങനെ ഒരു ഡെഫിനറ്റ് പീരീഡ് പറയത്തില്ല, ഒരു ടൈം പറയത്തില്ല.
എന്നാണ് നമ്മൾ റീഅസംബ്ലി ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതിനുള്ള അഡ്ജോൺമെൻറ്റ് സിനഡായി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രിസൈഡിങ് ഓഫീസേഴ്സിനാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് പ്രൊറോഗേഷൻ. പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെഷൻ, നമ്മളിപ്പോൾ പറഞ്ഞു ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ. അപ്പം ഒരു സെഷൻ്റെ എൻഡ് ടൈമിൽ ആ സെഷൻ പൂർത്തീകരിച്ച് 2 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് പറയും ഈ ഒരു സെഷൻ പ്രൊറോഗ് ചെയ്തിരിക്കുന്നു, അതായത് ആ ഒരു സെഷൻ പൂർത്തിയായിരിക്കുന്നു. ആൻഡ് ഓൾസോ പ്രസിഡന്റ് ഓൺ ഗോയിങ് സെഷൻ, അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻസ് വരെ പ്രൊറോഗ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് പ്രൊറോഗേഷൻ. പ്രൊറോഗേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു സെഷൻ്റെ എൻഡ് ടൈമിങ്ങിൽ, അതായത് ആ സെഷൻ പൂർത്തിയാകുന്ന ടൈമിലാണ് ആ ഒരു സെഷൻ പ്രൊറോഗ് ചെയ്യുന്നത്. അതായത് പ്രിസൈഡിങ് ഓഫീസർ അഡ്ജോൺ സിനഡായി പറഞ്ഞു. അഡ്ജോൺ സിനഡായി എന്ന് വെച്ചാൽ അവിടെ അത് അവസാനിച്ചു, പിന്നീട് ഈ റീഅസംബ്ലിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം അഡ്ജോൺ സിനഡായി പറഞ്ഞു ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസിഡന്റ് എന്ത് ചെയ്യും? പ്രൊറോഗേഷൻ ഇഷ്യൂ ചെയ്യും. എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ? ആർട്ടിക്കിൾ 85(2) പ്രകാരം രാഷ്ട്രപതിയാണ് ഇത് നടപ്പിലാക്കുന്നത്. രാഷ്ട്രപതിക്കാണ് ഒരു സെഷൻ പ്രൊറോഗ് ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ലോകസഭയുടെ കേസിൽ മാത്രമേ ഡിസൊല്യൂഷൻ ഉള്ളൂ, രാജ്യസഭയുടെ കേസിൽ ഡിസൊല്യൂഷൻ ഇല്ല. ബിക്കോസ് രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ബോഡിയാണ്. ഈ ഡിസൊല്യൂഷനുള്ള അധികാരം നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സോ ലോകസഭ ഡിസോൾവ് ചെയ്യണമെങ്കിൽ 2 രീതികളാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ഡിസൊല്യൂഷൻ, അഥവാ സ്വയമേവയുള്ള പിരിച്ചുവിടൽ. അതായത് 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. അപ്പോൾ ആ ഒരു ഭരണകാലം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? 5 വർഷം കഴിയുമ്പം ലോകസഭ ഡിസോൾവ് ആവും. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് പ്രസിഡന്റ് തീരുമാനത്തോടു കൂടി ലോകസഭ ഡിസോൾവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, പ്രസിഡന്റ് സഭ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകസഭ എന്ത് ചെയ്യും? ഡിസോൾവ് ആവും. അത്തരത്തിൽ ആ ഒരു 5 വർഷം എന്നുള്ളൊരു ടേം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപാണ് പ്രസിഡന്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും റിവേഴ്സിബിൾ അല്ല. അതൊരിക്കലും തിരിച്ച് നമുക്ക് പുനർചിന്തനം ചെയ്യാനോ അല്ലെ തിരിച്ചത് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാനോ ഒന്നും സാധിക്കത്തില്ല. ഇറ്റ് ഈസ് ഇർറിവോക്കബിൾ എന്ന് മനസ്സിലാക്കുക. സോ അപ്പം പ്രധാനമായിട്ടുള്ള വ്യത്യാസം വെച്ചാൽ ഓരോ സെഷൻ കഴിയുമ്പോഴും പ്രൊറോഗ് ചെയ്യുകയും, എന്നാൽ 5 വർഷത്തിൻ്റെ അവസാനമാണ് ഒരു സെഷൻ കഴിയുന്നതെങ്കിൽ അത് പ്രൊറോഗ് ചെയ്യുകയും ഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകസഭ ഡിസോൾവ് ആകുന്ന സാഹചര്യത്തിൽ പരിഗണനയിലുള്ള ബില്ലുകൾ, അതേപോലെ പ്രമേയങ്ങൾ, നോട്ടീസ്, ഹർജീസ്, ഇതെല്ലാം എന്ത് ചെയ്യും? അസാധുവായി പോകും. അതിനെ നമ്മൾ ലാപ്സിങ് എന്നാണ് പറയുന്നത്. ബില്ലെല്ലാം ലാപ്സ് ആയി പോകും. അങ്ങനെയെങ്കിൽ എല്ലാ ബില്ലുകളും അസാധുവായി പോകുമോ? നമുക്ക് നോക്കാം. ഇതിൽ ചിലതിന് മാത്രം പരിഗണന കൊടുക്കുന്നുണ്ട്. ചില ബില്ലുകൾ ലോകസഭ ഡിസോൾവ് ആയാൽ പോലും ചില ബില്ലുകൾ അസാധുവാകില്ല, എന്നാൽ ചില ബില്ലുകൾ അസാധുവായി പോകുന്നുണ്ട്. സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബില്ല് ലാപ്സ് ആകുന്നതും ലാപ്സ് ആകാത്തതുമെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ്, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലാപ്സ് ആയി പോകുന്ന, അസാധുവായി പോകുന്ന ബില്ലിനെ പറ്റിയിട്ടാണ്. ലോകസഭയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ബില്ലുണ്ടല്ലോ, അത് ലാപ്സ് ആയി പോകും. അതുപോലെ തന്നെ ലോകസഭയിൽ പാസ്സാവുകയും രാജ്യസഭയിൽ പാസ്സാകാതെ, രാജ്യസഭയിൽ പെൻഡിങ് ആയി കിടക്കുന്ന ബില്ലും ലാപ്സ് ആയി പോകും. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് ലാപ്സ് ആയി പോകാത്തതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ ലോകസഭയും രാജ്യസഭയും തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാവുകയും ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വേണമെന്ന് ശുപാർശ ചെയ്ത് പ്രസിഡന്റ് അതിന് അനുമതി കൊടുത്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യില്ല? കാലഹരണപ്പെട്ടു പോകില്ല, അല്ലെങ്കിൽ ലാപ്സ് ആയി പോകില്ല. ആൻഡ് അടുത്തതെന്ന് പറയുന്നത്, രാജ്യസഭയിൽ പെൻഡിങ് ആയി കിടക്കുകയും ലോകസഭയിൽ പാസ്സാകാത്തതുമായ ബില്ലുകൾ അസാധുവാകുന്നില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, 2 ഹൗസിലും ലോകസഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് പാസ്സായി, പക്ഷേ പ്രസിഡന്റിന്റെ അനുമതി കിട്ടാൻ വൈകുന്നത് കൊണ്ട്, പ്രസിഡന്റിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ അതും ലാപ്സ് ആയി പോകില്ല. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ്, 2 ഹൗസും പാസ്സാക്കി പ്രസിഡന്റിലേക്ക് സമർപ്പിച്ച ഒരു ബില്ല്, എന്നാൽ അത് പ്രസിഡന്റ് എന്ത് ചെയ്തു? റീകൺസിഡറേഷന് വേണ്ടിയിട്ട്, ഒന്നും കൂടി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റ് തിരിച്ചയക്കുന്ന ബില്ലുകൾ, അതും ലാപ്സ് ആയി പോകില്ല. സോ 6 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് മാത്രം നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലാപ്സ് ആയി പോകും എന്ന് പറഞ്ഞത് ലോകസഭയിൽ പെൻഡിങ് ആയി കിടക്കുന്ന ബില്ല്, അതുപോലെ തന്നെ ലോകസഭയിൽ പാസ്സാവുകയും രാജ്യസഭയിൽ പാസ്സാകാതെ പെൻഡിങ് ആയി കിടക്കുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ലാപ്സ് ആയി പോകും. എന്നാൽ ഇനി ലാപ്സ് ആകാത്ത ബില്ലെന്ന് പറയുന്നത് ലോകസഭയിലും രാജ്യസഭയിലും ഡിസഗ്രിമെൻ്റ് മൂലം രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി ജോയിൻറ്റ് സിറ്റിങ്ങിന് വേണ്ടി വിധിക്കപ്പെട്ട ബില്ലാണെന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആയി പോകില്ല. ആൻഡ് രാജ്യസഭയിൽ പെൻഡിങ് ആയി കിടക്കുകയും ലോകസഭയിൽ പാസ്സാക്കാത്തതുമായിട്ടുള്ള ബില്ല് ലാപ്സ് ആകുന്നില്ല. 2 ഹൗസും ലോകസഭയും രാജ്യസഭയിലും
ഒരു ബില്ല് പാസ്സാവുകയും എന്നാൽ പ്രസിഡന്റിന് അനുമതി ലഭിക്കാതെ വെയിറ്റിംഗിൽ കിടക്കുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ അത് ലാപ്സായി പോകുന്നില്ല. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ് രണ്ട് ഹൗസിലും പാസ്സായ ഒരു ബില്ല് പ്രസിഡന്റിന് സമർപ്പിക്കുകയും എന്നാൽ പ്രസിഡന്റ് തിരിച്ചത് ഒന്നുകൂടെ പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചയക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബില്ലുകളും ലാപ്സായി പോകുന്നില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസൊല്യൂഷൻ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് വോട്ടിംഗ്. എങ്ങനെയാണ് രണ്ട് സഭകളിലും വോട്ടിംഗ് എന്നുള്ളൊരു ഒരു സിസ്റ്റം, ഒരു പ്രൊസീജിയർ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വോട്ടിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. സിമ്പിൾ മെജോറിറ്റി വോട്ടിംഗ് ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി വോട്ടിംഗ് ഉണ്ട്. സിമ്പിൾ മെജോറിറ്റി വോട്ടിംഗ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു 50% മെജോറിറ്റി, 50% വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യും, അങ്ങനെയാണ്. ഇനി സ്പെഷ്യൽ മെജോറിറ്റി അഥവാ എഫക്റ്റീവ് മെജോറിറ്റി എന്നൊക്കെ പറയും. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പം ചില സന്ദർഭങ്ങളിൽ മാത്രമേ സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു നിയമം അമെൻമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നീക്കം ചെയ്യുന്ന സാഹചര്യത്തിൽ, ആൻഡ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്, ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായി വരുന്നത്. ഇനി എങ്ങനെയാണ് ഇരു സഭകളിലും വോട്ടിംഗ് എന്നുള്ള ഒരു സിസ്റ്റം, ഒരു പ്രൊസീജിയർ നടക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം മുമ്പോട്ട് വരുമ്പോഴാണെങ്കിലും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എന്ത് ചെയ്യും, മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വിഷയം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ അനുകൂലിക്കുന്നവർ ആയി എന്ന് പറയണം, ആൻഡ് ഇതിനെ പ്രതികൂലിക്കുന്നവർ നോ എന്ന് പറയണം. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത്ര ഉറക്കെ ആളുകൾ പറയുമ്പോഴേക്കും സ്പീക്കർ ആരുടെ ശബ്ദമാണ്, ഏത് കൂട്ടരുടെ ശബ്ദമാണ് ഉറക്കെ കേൾക്കുന്നത്, ബൈ ഹിയറിങ്ങിലൂടെ മാത്രമാണ് കേൾക്കുന്നത്, ആ സമയത്ത് സ്പീക്കർ എന്ത് ചെയ്യും, സ്പീക്കർ പറയും ഐ തിങ്ക് ദ ആയ്സ്. ആയ്സ് എന്നുള്ള സൗണ്ടാണ് ഉറക്കെ കേട്ടതെങ്കിൽ സ്പീക്കർ പറയും ഐ തിങ്ക് ദ ആയ്സ്. അതല്ല നോസിൻ്റെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടതെങ്കിൽ സ്പീക്കർ പറയും ഐ തിങ്ക് ദ നോസ് എന്ന് പറയും. അപ്പം ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ആരും അദ്ദേഹത്തെ എതിർക്കുന്നില്ല, ആരും ചലഞ്ച് ചെയ്തില്ല. സ്പീക്കർ എടുത്ത തീരുമാനത്തോട് യോജിക്കുകയാണെങ്കിൽ സ്പീക്കർ ഒന്നുകൂടി ആ വരി എടുത്ത് പറയും ഐ തിങ്ക് ദ ആയ്സ്. എന്നാൽ കേസ് 2 പറയുന്നു, ഇത്തരത്തിൽ സ്പീക്കറിൻ്റെ ഈ തീരുമാനത്തെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്പീക്കർ പറയും, ഒരു ഓർഡർ കൊടുക്കും, എല്ലാവരും ലോബി ക്ലിയർ ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളൊരു ഓർഡർ കൊടുക്കും. ഇത് ജസ്റ്റ് കേട്ട് വെക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ അല്ല. അപ്പോൾ സ്പീക്കർ പറയും ലോബി എല്ലാം ക്ലിയർ ചെയ്ത് അവിടെ ഇരിക്കുമെന്ന് പറയും. അതിനുശേഷം 3 മിനിറ്റും 3 സെക്കൻഡും സ്പീക്കർ നിശബ്ദമായിരുന്നതിന് ശേഷം വീണ്ടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും. ഈ വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ ഐ എന്നാണോ നോസ് എന്നാണോ പറയാൻ പറയും. ആ സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, ഈ മെമ്പേഴ്സ് എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും സ്പീക്കർ അതിലൂടെ വീണ്ടും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. എന്നാൽ വീണ്ടും സ്പീക്കറുടെ തീരുമാനത്തെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വോട്ട് റെക്കോർഡർ അതുവഴി ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ വോട്ട് ജസ്റ്റ് ഒരു മെഷീനാണ്, ആ മെഷീനിലേക്ക് എന്ത് ചെയ്യണം, അവരുടെ വോട്ട് രേഖപ്പെടുത്തണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പം എല്ലാ സഭാംഗങ്ങളും കേട്ട് കാണാം ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് ആരാണെന്നോ, അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ എല്ലാവർക്കും ബോധ്യമാണ്. എന്നാലും ആവശ്യമില്ലാതെ ഒരു ചലഞ്ചിങ്ങിലേക്ക്, ആവശ്യമില്ലാതെ ഒരു ക്ലെയിമിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ചെയ്യുന്നൊരു നടപടി എന്ന് പറയുന്നത് ഈ ആയിസ് എന്ന് പറഞ്ഞ ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തും, കൗണ്ട് ചെയ്യാൻ പറയും. ആൻഡ് അതേപോലെ നോസ് എന്ന് പറഞ്ഞ ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തും, കൗണ്ട്. അപ്പം പൊതുവായിട്ട് അവിടെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പം ഏറ്റവും കൂടുതൽ ആരാണെന്ന് എന്തായാലും എതിർകക്ഷികൾക്ക് അറിയാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ സഭാംഗങ്ങൾക്കും അറിയാം ഏറ്റവും കൂടുതൽ ആരാണ്. അപ്പോൾ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആ ഒരു കണക്കെടുപ്പിലൂടെ ആ ഒരു റിസൾട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വോട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ലാംഗ്വേജ്. പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് നമ്മുടെ പാർലമെൻറ്റിലെ എല്ലാ പ്രൊസീഡിങ്സിലും ഉപയോഗിക്കുന്ന ഭാഷ. എന്നാൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്, അതാത് സഭയിലെ അതായത് ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് ആ സഭയിലുള്ള അംഗങ്ങൾക്ക്, അതായത് മെമ്പേഴ്സ് ഉണ്ടല്ലോ, മെമ്പേഴ്സിന് അവരുടെ മദർ ടങ്ങിൽ എന്ത് ചെയ്യാൻ, ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമുള്ള അധികാരം നൽകുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്ററും ആ സഭയിൽ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഈ ഒരു പാർലമെൻറ്റ് പ്രൊസീഡിങ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് എന്നൊരു ഭാഷ ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനം വരികയുണ്ടായി. എന്നാൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഒരു 15 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നീട് അത് പൂർണ്ണമായിട്ടും നിർത്താം എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 പ്രകാരം വീണ്ടും ഇംഗ്ലീഷ് ഭാഷ അനുവദിക്കുകയാണ് ഉണ്ടായത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലാംഗ്വേജ്. ഇതിനിടയിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് വിട്ടുപോയി, കോറം നമ്മൾ മുമ്പുള്ള പോർഷൻസിൽ ഓൾറെഡി നമ്മൾ കേട്ട് നമുക്ക് പരിചയമായിട്ടുള്ളൊരു വാക്കാണ് കോറം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ വിഷയമാണ്. കോറം എന്ന് പറയുന്നത് സഭയിൽ ഉള്ള അംഗങ്ങളുടെ 10% അംഗങ്ങളുടെ ഹാജർ, അതിനെയാണ് കോറം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുന്ന സാഹചര്യത്തിൽ ആ സഭയിലുള്ള മുഴുവൻ അംഗങ്ങൾ, ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ 543, രാജ്യസഭയിലാണെങ്കിൽ 245 ആണ്. ഈ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 10% അംഗങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം ആ സഭയിൽ. അല്ല എന്നുണ്ടെങ്കിൽ
കൃത്യമായ അത്രയും ഹാജരുണ്ടെങ്കിൽ 1% ഹാജരുള്ളപ്പോഴാണ് കോറം ഉണ്ട് എന്ന് പറയുന്നത്. അഥവാ ഇത്തരത്തിൽ 1/10 അംഗങ്ങൾ അവിടെ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ആ ഒരു മീറ്റിംഗ് അവിടെ ക്യാൻസൽ ചെയ്യും. എന്നാണോ കോറം ആകുന്നത്, അതായത് 1/10 അംഗങ്ങൾ എപ്പോഴാണോ സഭയിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ മാത്രമേ ബാക്കി പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ അതാണ് കോറം എന്ന് പറയുന്നത്. അപ്പം കോറം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് അഡ്ജോൺ ചെയ്യാനോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രിസൈഡിങ് ഓഫീസറിനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് റൈറ്റ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനും മിനിസ്റ്റേഴ്സിനും മന്ത്രിമാർക്കുമുള്ള അധികാരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അത് വളരെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഇവിടെ പറയുന്നത് ഏത് കമ്മിറ്റി, അതായത് ഏത് പാർലമെൻ്ററി കമ്മിറ്റിയിലോ ജോയിൻറ്റ് സിറ്റിങ്ങിലോ ഏത് ഹൗസിലെ മീറ്റിംഗ്സിലോ ഈ പറയുന്ന മിനിസ്റ്റേഴ്സിനും അറ്റോർണി ജനറലിനും പങ്കെടുക്കുവാനും അതിൽ സംസാരിക്കാനുമുള്ള അധികാരം നൽകപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മിനിസ്റ്റർ ഏതെങ്കിലും ഒരു ഹൗസ്, ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ പല കേസസും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ, രാജ്യസഭ അംഗമോ അല്ലെങ്കിൽ ലോക്സഭ അംഗമോ ആയിരിക്കത്തില്ല ഒരു മിനിസ്റ്റർ. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അദ്ദേഹം ഈ പറയുന്ന ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഒരു അംഗമായി തീരണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അതാണ് മിനിസ്റ്റേഴ്സിൻ്റെയും അറ്റോർണി ജനറലിൻ്റെയും ആ ഒരു അധികാരം എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ ടോപ്പിക് ഈസ് ദാറ്റ് ഇതിലെ ഫൈനൽ സെഷനാണ് ലേം ഡക്ക് സെഷൻ. അതായത് നിലവിലുള്ള ലോകസഭയുടെ ആ ഒരു 5 വർഷം പൂർത്തീകരിച്ച് ലാസ്റ്റ് സെഷൻ ഉണ്ടല്ലോ, അതായത് ലോകസഭ പിരിയാൻ പോകുന്നതിന് മുൻപുള്ള ആ ലാസ്റ്റ് സെഷനെയാണ് ലേം ഡക്ക് സെഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലേം ഡക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലോകസഭ പിരിയുമ്പോൾ ഇനി ഒരിക്കലും റീഎലക്റ്റ് ആയി, അതായത് അടുത്ത പുതിയ ലോകസഭയിലേക്ക് വരാൻ പറ്റാത്ത മെമ്പേഴ്സ് ഉണ്ടല്ലോ അവരെയാണ് ഇവിടെ ലേം ഡക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത്ര മാത്രമേ ഉള്ളൂ. സെഷൻസ് ഓഫ് പാർലമെൻറ്റിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആൻഡ് സെഷൻസ് ഓഫ് പാർലമെൻറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 85 ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെഷൻസ് ഓഫ് പാർലമെൻറ്റ്.